ഭഗവത്ഗീതയെ പുകഴ്ത്തി ബംഗാൾ ഗവർണർ ശ്രീ സി.വി. ആനന്ദബോസ്. ചിന്മയാനന്ദ സ്വാമിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭഗവത്ഗീതയാണ് മനസ്സിൽ നിറയുന്നത്. ജീവിതത്തിലെ എല്ലാ സമസ്യകൾക്കുമുള്ള ഉത്തരം ഭഗവത്ഗീതയിലുണ്ട് എന്ന് പറയുന്നത് ശരിയാണെന്ന് ഉദാഹരണസഹിതം ഗവർണർ വ്യക്തമാക്കി. ഭഗവത്ഗീത ഒരു ആധ്യാത്മിക ഗ്രന്ഥം മാത്രമല്ല, മികച്ച മാനേജ്മെന്റ് ഗ്രന്ഥം കൂടിയാണ്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം എല്ലാവരും സംഭരിക്കണം. സാംസ്കാരിക മേഖലയിൽ സൂപ്പർ പവർ ആയതോടെ ലോകം ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാമി ചിന്മയാനന്ദയുടെ 108ാം ജയന്തിയും അതേ തുടർന്ന് വരുന്ന ജഗദ്ഗുരു ശ്രീ ആദിശങ്കരാചാര്യ സ്വാമികളുടെ ജയന്തിയും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആഗോള ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചിന്മയ ശങ്കരം 2024 വിളംബരം കുറിച്ചുള്ള രഥയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന അവസരത്തിലാണ് ആനന്ദബോസ് ഇങ്ങനെ പറഞ്ഞത്. ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് രഥയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന എറണാകുളം വെളിയനാട് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. രഥയാത്രയ്ക്ക് തുടക്കം കുറിച്ച് പതാക ഡോക്ടർ സി.വി. ആനന്ദബോസ് ചിന്മയ ശങ്കരം ചീഫ് കോർഡിനേറ്റർ ബ്രഹ്മചാരി സുധീർ ചൈതന്യയ്ക്ക് കൈമാറി. ചടങ്ങിൽ ഗവർണറുടെ പത്നി ലക്ഷ്മി ആനന്ദബോസ് സന്നിഹിതയായിരുന്നു. ചിന്മയ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി ചിന്മയ ശങ്കരത്തെക്കുറിച്ച് വിശദീകരിച്ചു. 108 എന്ന സംഖ്യയ്ക്ക് ഹൈന്ദവർക്കിടയിലുള്ള പവിത്രത കണക്കിലെടുത്താണ് ചിന്മയാനന്ദ സ്വാമിയുടെ 108ാം ജന്മദിനം ഇക്കുറി വിപുലമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം ജില്ലയിലുടനീളം പര്യടനം നടത്തുന്ന യാത്രയ്ക്ക് മെയ് 8-ന് ചിന്മയ ശങ്കരത്തിന്റെ പ്രധാന വേദിയായ എറണാകുളത്തപ്പൻ മൈതാനിയിൽ സ്വീകരണമുണ്ട്. മെയ് 8 മുതൽ 12 വരെ എറണാകുളത്തപ്പൻ മൈതാനിയിലാണ് ചിന്മയ ശങ്കരം 2024 അരങ്ങേറുന്നത്. ലോകമെമ്പാടുമുള്ള ചിന്മയ മിഷൻ സെന്ററുകളുടെ സഹകരണത്തോടെയാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ചിന്മയ മിഷനിലെ ആചാര്യന്മാർക്കൊപ്പം സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ പരിപാടിയുടെ ഭാഗമാകും. വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങൾ, ഭഗവത്ഗീത, സൗന്ദര്യലഹരി പാരായണം തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമാകും. RSS സർക്കാർ വിവാഹ് ദത്താത്രേയ ഹൊസബാലെ, സുപ്രീം കോടതി അഭിഭാഷകൻ സായി ദീപക് തുടങ്ങിയ പ്രമുഖർ ചിന്മയ ശങ്കരത്തിന്റെ വേദിയിലെത്തും. ആദിശങ്കരനെയും സ്വാമി ചിന്മയാനന്ദനെയും പോലുള്ളവർ കാലഘട്ടത്തിനനുസരിച്ച് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും വ്യാഖ്യാനിച്ചവരാണ്. അവർ ദർശനങ്ങളിൽ മൗലികത അവകാശപ്പെട്ടില്ല. വരും തലമുറകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിലാണ് അവരുടെ വ്യാഖ്യാനങ്ങൾ. ആദിശങ്കരന്റെയും സ്വാമി ചിന്മയാനന്ദന്റെയും ജന്മദേശം എന്ന നിലയിൽ കേരളത്തിന് അഭിമാനിക്കാം. ഇവരെ കൂടാതെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയുമെല്ലാം സാമൂഹികവും ബൗദ്ധികവുമായ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കിയവരാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത്. സംസ്കാരം എന്നാൽ ഒരാളുടെ മാത്രം സൗകര്യം നോക്കി മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നതല്ല എന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.